നേർവഴിയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. 78 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം മാറ്റങ്ങൾ ഉണ്ടായോ? ഉണ്ടായെങ്കിൽ അത് നേർവഴിക്കുള്ള മാറ്റങ്ങളാണോ? നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇവിടുത്തെ ഓരോ പൗരനും വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഇവിടുത്തെ ഓരോ പൗരനും കൂടുതൽ നീതി കിട്ടും, കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും, കൂടുതൽ സാഹോദര്യം കിട്ടും, കൂടുതൽ തുല്യരായിരിക്കും എന്നൊക്കെയുള്ള ആണല്ലോ വാഗ്ദാനം. അതിനുവേണ്ടിയാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇത്രയും കാലവും ഇവിടെ ഒരു ജനാധിപത്യ ഭരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നീതിയുടെ കാര്യം നോക്കാം. കാരണം ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ നമുക്കിവിടെ അനീതിയായിരുന്നു, അവർക്ക് നമുക്ക് നീതി വരുന്നില്ല, സ്വാതന്ത്ര്യം തരുന്നില്ല എന്നൊക്കെ ഉള്ളായിരുന്നല്ലോ. അതിനുവേണ്ടിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ നീതി നമുക്കിവിടെ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഈ നമ്മുടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്രയോ കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ നീതി എളുപ്പത്തിൽ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും വർഷങ്ങൾ എടുക്കുന്നുണ്ട് ഒരു കേസ് തീർപ്പാകാൻ. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലൊക്കെ ഒരു മുതിർന്ന അഭിഭാഷകനെ വെച്ച് കേസ് വാദിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം. കാരണം ഓരോ അപ്പിയറൻസിനും 10 ലക്ഷവും 15 ലക്ഷവും വാങ്ങിക്കുന്ന വക്കീലന്മാരാണ് എന്നുള്ളത് പരസ്യമായ കാര്യമാണല്ലോ. ഇപ്പോൾ കേരള സർക്കാർ തന്നെ അനാവശ്യമായിട്ട് കേസ് നടത്താൻ വേണ്ടിയിട്ട് സീനിയർ വക്കീലന്മാരെ വെച്ച് ധൂർത്ത് എന്ന് പറയാൻ പറ്റും, നശിപ്പിക്കുന്നുണ്ടല്ലോ നാട്ടുകാരുടെ പൈസ. 60,000 രൂപ വാർഷിക വരുമാനമുള്ള ബീഹാറിലെ ഒരു കൃഷിക്കാരൻ എങ്ങനെ നീതി കിട്ടും? ഇപ്പോൾ നീതി അപ്രാപ്യമാണ് ഇവിടുത്തെ ഒരു കൃഷിക്കാരന്, ഒരു സാധാരണ പൗരന് എന്നുള്ളതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ എന്ത് മാറ്റമാണ് ഇവിടുത്തെ ഒരു സാധാരണ മനുഷ്യന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഈ നീതി എന്ന് പറയുന്നത്, ഈ കേസുകൾ കെട്ടിക്കിടക്കുന്നത് നമ്മൾ കോടതികളുടെ കുറ്റം മാത്രമല്ല. കാരണം നമ്മുടെ കേരളത്തിലെ നമ്മൾ എല്ലാ കാര്യത്തിലും വളരെ മുന്നിൽ നിൽക്കുന്ന കേരളം നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഇന്ത്യ മൊത്തം എടുക്കുന്നതിന് പകരം ഇപ്പം നമ്മുടെ സുസ്ഥിര വികസനത്തിലൊക്കെ കേരളം 1ാം സ്ഥാനത്താണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഇവിടെ നീതി കിട്ടാത്തതിൻ്റെ കാരണം എന്താണ്? ഇവിടുത്തെ മുഖ്യമന്ത്രി നീതിപൂർവ്വം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നീതി നടപ്പാക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ എക്സിക്യൂട്ടീവാണ്. എക്സിക്യൂട്ടീവ് നീതി നടപ്പാക്കാത്തതുകൊണ്ടാണ് ഈ മനുഷ്യരെ കോടതിയിലേക്ക് തള്ളിവിടുന്നത്. അപ്പോൾ കോടതി കേസുകൾ കുറേയധികം കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് കേസുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അത് ആണ് ആദ്യം പരിഹരിക്കേണ്ടത്. അതിന് മാറ്റം ഉണ്ടായിട്ടില്ല. നീതി നടപ്പാക്കാത്ത ഭരണകർത്താക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് മാറ്റമാണ് ഇത്രയും കാലഘട്ടമുണ്ടായത്? അതുപോലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ പോലീസിനെ കൊണ്ട് FIR എടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാതന്ത്ര്യമാണോ? അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത് ഇവിടെ? അഭിപ്രായം പോലും പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു തീവ്രവാദിയെ കൊന്നു കഴിഞ്ഞാൽ ഉടനെ റോഡ് മുഴുവൻ തടസ്സപ്പെടുത്തി പ്രകടനം നടത്താൻ അനുമതി നൽകുന്ന ഒരു ഭരണകർത്താവ് ഉണ്ടെങ്കിൽ റോഡിൽ കൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടോ നമുക്ക്? അപ്പോൾ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? അതുപോലെ സാഹോദര്യം എന്ന് പറയുന്നത്, ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കൈവിട്ടുന്ന ഒരു നാടായിട്ട് കേരളം മാറിയില്ലേ? അപ്പോൾ എവിടെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത്, അല്ലെങ്കിൽ സാഹോദര്യ മനസ്ഥിതി ഉള്ളത്? അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇത്രയും വർഷമായിട്ടും മാറ്റങ്ങൾ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേർവഴിക്കുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് ഭരണഘടനയുടെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും. വികസനങ്ങളെ പിന്തള്ളുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? വികസനത്തിനെ പിന്തള്ളുന്നതിനുള്ള പ്രധാന കാരണം അഴിമതിയാണ്. കാരണം അഴിമതി എന്ന് പറയുന്നത് ഒരു സുതാര്യമായിട്ടുള്ളൊരു സൂചികയുണ്ട്. ഈ അഴിമതി സൂചിക എന്ന് പറയുന്നത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മളുടെ ഭാരതം എവിടെയാണ് നിൽക്കുന്നത്? വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരേ അഴിമതി തന്നെ നിൽക്കുകയാണ്. അഴിമതിയിൽ ഒരു മെച്ചം നമുക്ക് അഴിമതി ഇല്ലാത്ത ഭരണം, അതായത് അഴിമതി ഇല്ലാത്ത ഭരണത്തിൻ്റെ സദ്ഭരണം എന്ന് പറയും. സദ്ഭരണത്തിൻ്റെ ലക്ഷണങ്ങളായി സുതാര്യത ഇവിടെയുണ്ടോ? അതായത് ഈ ഭരണത്തിൽ എന്തെങ്കിലും നടക്കുന്നൊരു കാര്യത്തെപ്പറ്റി നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് ചോദ്യം ചോദിച്ചാൽ തന്നെ പലതിനും മറുപടി കിട്ടത്തില്ല, അത് പറയാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ആണുള്ളത്? അതുപോലെ വികസനത്തിൻ്റെ ഒരു പ്രധാന ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നത് റോഡും പാലവും ഒക്കെ ആണല്ലോ. ഇവിടെ ഒരു പാലാരിവട്ടത്തൊരു പാലം പണിതില്ലേ? പണിത ശേഷം അത് ഇടിഞ്ഞു വീണില്ലേ? അപ്പോൾ അത് വികസനമാണോ അത്? അപ്പോൾ അഴിമതി കാരണം വികസനം നടക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വികസനം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഈ മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലും ഉണ്ട്, ലോകത്തെല്ലായിടത്തും മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്വാഭാവികമായ ചില വളർച്ചകൾ വന്നിട്ടുണ്ട്, അത് എല്ലാ രാജ്യത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ ഒരു വികസനം എന്ന് പറയുന്നത്, വികസന രാജ്യത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു പുഴയിലെ വെള്ളം കൂടുതൽ ശുദ്ധമായിരിക്കണം. അതെ,
അപ്പം ഇവിടുത്തെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പുഴകളിലെ വെള്ളം, ഞാൻ ഈ കേരളം ഉദാഹരണമായിട്ട് എടുക്കുന്ന കേരളം പലതിലും നമ്പർ 1 ആയതുകൊണ്ട് സുസ്ഥിര വികസന സൂചികയിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ കേരളം നമ്പർ 1 ആണെന്ന് നീതി ആയോഗ് പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തെ ഉദാഹരണമായിട്ട് എടുക്കാമല്ലോ. നമ്പർ 1ൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്പർ 1 സംസ്ഥാനത്തിൻ്റെ ഉദാഹരണം തന്നെ നോക്കാം. ഇവിടുത്തെ പുഴകളിലെ വെള്ളം കുടിക്കാൻ കൊള്ളാവോ? കുളിക്കാൻ കൊള്ളാവോ? അപ്പോൾ എന്ത് വികസനമാണുള്ളത്? അതെ, അത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പുഴയിലെ വെള്ളം ഇതിനേക്കാളും വളരെ നല്ലതായിരുന്നു. അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന വായു നല്ലതാണോ? ഈ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുള്ള അത്രയും കൊതുകാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിലുള്ളത്, അത്രയും പനിമരണമാണ് ഇപ്പോൾ ഉള്ളത് ഓരോ വർഷവും. അതുപോലെ ഇവിടുത്തെ ആരോഗ്യരംഗം നോക്കിക്കൊള്ളൂ, ചികിത്സിക്കണമെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒരു അമേരിക്കയ്ക്ക് പോകണം. അപ്പോൾ എന്ത് വികസനമാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഇന്ത്യയിലെ ഓരോ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഓരോ ജനങ്ങളും അനുഭവിക്കുന്ന പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നീതി നിഷേധം. നീതി ലഭിക്കുന്നത് വളരെ വളരെ പണം മുടക്കുള്ളൊരു കാര്യമാണ്. നീതി സമയത്തിൽ, ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, അവിടെ നമ്മുടെ ഭരണകർത്താക്കൾ നീതി നടപ്പാക്കുന്നില്ല, അവർക്ക് നീതിബോധമില്ല. നമ്മൾ കോടതിയിൽ പോകും, കോടതി പോകണേ വളരെ പണം മുടക്കുണ്ട്, സമയത്ത് ഒരു കാര്യവും നമുക്ക് നീതി ലഭിക്കത്തില്ല. അപ്പോൾ നീതി ലഭിക്കാത്ത നമ്മളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഞാനിവിടെ അഴിമതി രഹിത ഭരണത്തെ പറ്റിയും അതുപോലെ ഈ ഓഖി ദുരന്തത്തിൽ പണക്കാരായിരുന്നു ഇങ്ങനെയായിരുന്നു, പാവപ്പെട്ടവരായതുകൊണ്ടല്ലേ ഈ പറഞ്ഞ കടൽ തീരത്തുള്ളവർ കടലിൽ പോയിട്ട് അവരെ അധികം ഒരു മാൻ മിസ്സിങ്ങിന് കേസ് പോലും ഒന്നും എടുത്തിരുന്നത്. അതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും സർക്കാർ ചെയ്യാത്തപ്പോഴത്തേനും അതിനൊരു നിലപാടെടുത്തപ്പോൾ പാവപ്പെട്ടവർക്ക് കൊണ്ട് സംസാരിച്ചപ്പോൾ അപ്പോൾ എനിക്കെതിരെ കേസെടുത്തു. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യമുണ്ടോ? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ? അപ്പോൾ അത് ഭരണകൂടം അങ്ങനെ നമ്മളെ അന്യായമായിട്ട് ഒരു പൗരനെ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോകുമ്പോഴത്തേനും സമയത്ത് കാര്യം കിട്ടുന്നില്ല. സാധാരണ പൗരൻ്റെ പ്രശ്നങ്ങളാണിത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കൃഷിക്കാരന് അവന് സാധനങ്ങൾക്ക് വില കിട്ടിയില്ലെങ്കിൽ അവൻ തക്കാളി കൃഷിക്കാരനാണ്, അവൻ തക്കാളി റോഡിൽ കൂടെ ഇപ്പോഴും കൊണ്ടിടേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ കൃഷിക്കാരൻ്റെ കാര്യം ഇവിടെ നോക്കുന്നുണ്ടോ നമ്മൾ? വിഷമില്ലാത്തൊരു പച്ചക്കറി കിട്ടുമോ? അപ്പോൾ സാധാരണ പൗരൻ്റെ പ്രശ്നങ്ങൾ കുറേയധികം നമ്മുടെ 78 വർഷമായെങ്കിലും പരിഹരിക്കപ്പെടാതെ, അത് ശ്രദ്ധിക്കപ്പെടാതെ, അതിനൊരു മുൻഗണന കൊടുക്കാതെ ഇപ്പോഴും കിടക്കുകയാണ്. ഈ 78 വർഷം പിന്നിട്ട് കഴിയുമ്പോൾ ഭാരതത്തിന്റെ ഭാവി പ്രതീക്ഷകൾ എന്തൊക്കെയായിരിക്കും? ഭാരതത്തിന്റെ ഭാവി പ്രതീക്ഷ, ഭാരതം മൊത്തം നോക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ ബംഗ്ലാദേശ് പോലെ ആകാതിരിക്കുക, പാകിസ്ഥാൻ പോലെ ആകാതിരിക്കുക, അത് ഒരു ഭാവി പ്രതീക്ഷയാണ്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയ സുതാര്യമായിട്ടും കരുത്തോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളൊരു ഭാവി പ്രതീക്ഷയാണ്. ഇത്രയും കാലം അതിനൊരു വീഴ്ച വന്നിട്ടില്ല, അത് ഒരു പ്രതീക്ഷ. രണ്ടാമത് GDP-യിൽ നമ്മൾ ലോകത്തിൻ്റെ 3-ാം നമ്പറിലേക്ക് എത്തുക എന്നുള്ളൊരു ഭാവി പ്രതീക്ഷയാണ്. അതുപോലെ നമ്മളുടെ പ്രതിരോധത്തിൽ നമ്മൾ സ്വയം പര്യാപ്തമാകുക എന്നുള്ളതുകൊണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ ആരും ഇങ്ങോട്ട് പെട്ടെന്ന് കയറി ആക്രമിക്കാൻ വരുന്ന ഒരു ധൈര്യം ഉണ്ടാകാതിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും നമ്മളുടെ ഭാവി പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ ആളോഹരി വരുമാനം മനുഷ്യർക്ക് കൂടണം, മനുഷ്യരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹാപ്പിനെസ്, വിദ്യാഭ്യാസത്തിൽ കൂടെ ഉയർച്ച, തുല്യത, അതൊക്കെ നമുക്ക് ഉണ്ടാവണം. പക്ഷേ ആളോഹരി വരുമാനത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ആളോഹരി വരുമാനം നമ്മൾ ഒരു വിയറ്റ്നാമായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ 2010 വിയറ്റ്നാമിന് 1800 രൂപ ആയിരുന്നു, നമുക്ക് $1000 ആയിരുന്നു, നമുക്ക് 1600 ആയിരുന്നു. വിയറ്റ്നാം ഇപ്പോൾ അത് ഏകദേശം $900 കൂട്ടി 2800 അടുത്ത്, നമ്മൾ 2000 എത്തിയുള്ളൂ, $400 കൂടിയുള്ളൂ. അപ്പോൾ ആളോഹരി വരുമാനം നമ്മൾ വിയറ്റ്നാമുമായിട്ട് പോലും കമ്പയർ ചെയ്താൽ നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല. ഈ ആളോഹരി വരുമാനത്തെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിലെ GDP-യുടെ 25% വെറും 10 കുടുംബക്കാരുടെ കയ്യിലാണ്. സർവേയിൽ കണ്ടതാണ്, 25% ഭാരതത്തിൻ്റെ GDP അത് 10 കുടുംബങ്ങളിലാണ്. നമ്മുടെ റിലയൻസ്, അങ്ങനെ ബിർള, അങ്ങനത്തെ ഉള്ള ഒരു 10 കുടുംബങ്ങളാണ് 25%. അപ്പോൾ നമ്മൾ ഈ എത്രയോ കോടി മനുഷ്യരുണ്ടല്ലോ, അപ്പോൾ അതിൽ ഇത് ഈ പറഞ്ഞ 10 കുടുംബം എന്ന് പറയുമ്പോൾ 100 പേര് കൂട്ടിക്കോ. ഈ 100 പേരാണ് 25% GDP ഉണ്ടാക്കുന്നെങ്കിൽ അവർക്കാണല്ലോ കൂടുതൽ വരുമാനമുള്ളത്. അപ്പോൾ ഈ ആളോഹരി വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഈ 25% GDP 10 ഫാമിലി ഉണ്ടാക്കുമ്പോൾ 100 പേരാകുമ്പോഴത്തേന് ആളോഹരി വരുമാനം എന്ന് പറയുമ്പോഴത്തേന് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ വെച്ചിട്ടാണല്ലോ. അപ്പം നമ്മുടെ ഇവിടെ എന്തൊരു ദുരവസ്ഥയാണ്. അപ്പോൾ അതിനൊരു മാറ്റം ഭാവിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇവിടെ കൂടുതൽ ആൾക്കാർക്ക് വരുമാനം കൂടുതലുണ്ടാകുകയും ഇവിടുന്ന് ജോലി തേടി റഷ്യൻ ആർമി വരെ ഇപ്പോഴും 69 പേര് ഇപ്പോഴും അവിടെ കുണിക്കിടക്കുകയാണ് റഷ്യൻ ആർമിയിൽ. അത് റഷ്യൻ ആർമിയും ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെ വളർത്താനൊന്നും അല്ലല്ലോ, ജീവിക്കാൻ വേണ്ടി
റഷ്യൻ ആർമി വരെ പോയി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ അത് നമ്മൾ തീർച്ചയായിട്ടും ഭാവിയിൽ അവസാനിക്കണം. ഇവിടെ തന്നെ ജോലി ചെയ്ത് നല്ല വരുമാനത്തോടുകൂടി സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാവണം. അത് തീർച്ചയായിട്ടും നമ്മൾ നമ്പർ 3 ഒക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഭരണം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയാൽ, അഴിമതിയില്ലാതെ ഉള്ള ഭരണം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് പറ്റും. 78 വർഷം കൊണ്ട് രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ്? 75 വർഷം കൊണ്ട് രാജ്യം കൈവരിച്ച ഒന്നാമത്തെ നേട്ടം ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ജനാധിപത്യ ഭരണ സംവിധാനം നിലനിർത്താൻ പറ്റി എന്നുള്ളൊരു വലിയ നേട്ടം തന്നെയാണ്. ഇവിടെ ഒരു പട്ടാള ഭരണം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു മതാധിഷ്ഠിത ഭരണക്രമം ഉണ്ടായില്ല. പിന്നെ നമ്മളുടെ സ്ഥലം അങ്ങനെ എല്ലാവരും വന്നിങ്ങനെ കൈയടക്കി പിടിച്ച് അങ്ങ് കൊണ്ടുപോയിട്ടൊന്നുമില്ല. നമ്മളുടെ ബൗണ്ടറിയൊക്കെ നമുക്ക് ഏകദേശം സംരക്ഷിക്കാൻ പറ്റി. പിന്നെ നമ്മളുടെ GDP കുറച്ച് പേരുടെ ഒരു ശ്രമഫലമാണെങ്കിൽ കൂടിയും അത് തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നമ്മളുടെ ഒരു മതിപ്പ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൂടി. ആദ്യകാലത്ത് നമ്മൾ PL480 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നെഹ്റുവിൻ്റെ കാലത്തൊക്കെ അമേരിക്കയിൽ നിന്നും ഒക്കെ ഗോതമ്പും ഭക്ഷ്യധാന്യങ്ങളും പാൽപ്പൊടിയും ഒക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് ഈ നമ്മളിവിടുത്തെ ദരിദ്ര രാഷ്ട്രം എന്നുള്ളൊരു പേരിലായിരുന്നല്ലോ. അപ്പോൾ ആ ദരിദ്ര രാഷ്ട്രം എന്നുള്ളൊരു പേര് മാറി ഇപ്പോൾ നമ്മൾ അത്ര ദരിദ്രമൊന്നുമല്ല. നമുക്ക് ഗോതമ്പ് ഇവിടുന്ന് പുറത്തേക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റും, മറ്റു രാജ്യങ്ങളിലേക്ക് മരുന്നുകൾ കയറ്റുമതി ചെയ്യാൻ പറ്റും, മറ്റു രാജ്യങ്ങളിലേക്ക് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് കയറ്റുമതി ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ഇതായി. അതുപോലെ നമ്മൾ ചന്ദ്രനിൽ ഒരു എക്യുപ്മെൻ്റ് ഒക്കെ കൊണ്ടുപോയി ഇറക്കിയപ്പോഴത്തേക്ക് നമുക്ക് സാങ്കേതിക മികവും ഉണ്ട് നമുക്ക് എന്നുള്ള ലോകത്തെ കാണിക്കാൻ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നേട്ടങ്ങൾ ഒട്ടനവധിയുണ്ട്, പക്ഷേ കോട്ടങ്ങളുമുണ്ട്. ആ കോട്ടങ്ങൾ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ ഒരു വൻശക്തിയായിട്ട് മാറും. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും സ്ത്രീകൾ ഈ രാജ്യത്ത് സുരക്ഷിതരാണോ? സ്ത്രീകൾ ഈ രാജ്യത്ത് സുരക്ഷിതരാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തേക്കാളും കൂടുതൽ സുരക്ഷിതരാണ്. കാരണം ഇന്ത്യക്ക് ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായി. ആ വനിതാ പ്രധാനമന്ത്രി വളരെ കരുത്തുറ്റൊരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു. ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയെ തന്നെ ഒരു വനിത ആകുകയും അതുപോലെ ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് വനിതകൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പോഴും പ്രസിഡന്റ് വനിതയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ സൈന്യ മേധാവി എന്ന തലവൻ എന്നൊക്കെ പറയുന്നതൊക്കെ പ്രസിഡന്റാണല്ലോ. സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തേക്കാളും തീർച്ചയായിട്ടും ഇപ്പോൾ കൂടുതൽ സുരക്ഷിതരാണ്. സ്ത്രീകൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ പോലെ കോളേജിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇവിടെ തീർച്ചയായിട്ടും ഏത് സ്ത്രീക്കും കോളേജിൽ പോയി പഠിച്ച് ഉയർന്ന് കരുത്ത് നേടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സുരക്ഷിതരാണ്. പിന്നെ ഈ സുരക്ഷിതത്വം എന്ന് പറയുന്ന ആപേക്ഷികമാണ്. ഇന്ന് ഇപ്പം നമ്മുടെ ഇംഗ്ലണ്ടിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ? ബംഗ്ലാദേശിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ? പാകിസ്ഥാനിൽ സുരക്ഷിതരാണോ? അമേരിക്കയിൽ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും സുരക്ഷിതരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം സുരക്ഷിതത്വത്തിന് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ സുരക്ഷിതരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സുരക്ഷിതരാണ്. പിന്നെ അത് ഏറ്റക്കുറച്ചിലുകൾ ചില ടൗണുകളിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് ഒരു ആപേക്ഷികമായ ഒരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. മൗലിക അവകാശങ്ങളെ മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് മെച്ചപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ മൗലികമായ കടമകൾ ഇവിടെ ആരും പറയുന്നില്ല. ആദ്യം അവകാശങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഓരോ പൗരൻ്റെയും മൗലികമായ കടമകളെ പറ്റി നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിരുന്നെങ്കിൽ, മൗലിക അവകാശങ്ങൾക്ക് മുമ്പ് എഴുതേണ്ടിയിരുന്നു. അപ്പോൾ എഴുതിയിരുന്നെങ്കിൽ ഓരോ പൗരനും ഉത്തരവാദിത്വ പൗരനായിട്ട് പെരുമാറി ഈ രാജ്യത്തിന് മുതൽക്കൂട്ടായ ശേഷം അവകാശങ്ങളെപ്പറ്റി സംസാരിക്കട്ടെ. അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ സംരക്ഷിക്കാൻ കോടതികളുണ്ട്, ഭരണകൂടവും അത് മൗലികാവകാശങ്ങൾ നോക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി അവകാശങ്ങൾ ഇനി പോരാടാൻ ബാക്കിയൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് മൗലികാവകാശങ്ങളെ കൂടെ ഉണ്ട്. പക്ഷേ മൗലികാവകാശങ്ങളൊരു ഇവോൾവിങ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു കൺസെപ്റ്റാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ഒരു മൗലികാവകാശമാണ്. പക്ഷെ റൈറ്റ് ടു ലൈഫിൽ ഇന്ന് നമുക്ക് മാലിന്യമൊന്നും ഇല്ലാത്ത പുഴകളും തടാകങ്ങളും ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ പരിസ്ഥിതി വളരെ കറക്റ്റ് ആയിരിക്കണം. അതുപോലെ ശ്വസിക്കുന്ന വായു വളരെ ക്ലിയർ ആയിരിക്കണം. അതുപോലെ നമ്മുടെ പാർക്കുകൾ, ഉദ്യാനങ്ങൾ അതൊക്കെ നമുക്ക് ഇവിടെ ആവശ്യത്തിനുണ്ടായിരിക്കണം. അതുപോലെ ഉരുൾപൊട്ടലൊന്നും അധികം ഉണ്ടാകാത്ത, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു പരിസ്ഥിതി നയവും നടപ്പാക്കലും ഇവിടെ നടപ്പാക്കണം. ഇതൊക്കെ മൗലികാവകാശത്തിൽപ്പെടുത്തി സുപ്രീം കോടതി പിന്നീട് ഉത്തരവുകൾ കൊടുത്തു. അപ്പം മൗലികാവകാശം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴുണ്ടായിരുന്ന മൗലികാവകാശങ്ങളെക്കാളും ഇന്ന് കൂടുതൽ ആധുനികമായിട്ടുള്ളൊരു മൗലികാവകാശത്തിൻ്റെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ രാജ്യം പോയിട്ടുണ്ട്. അപ്പോൾ മൗലികാവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ
ആധുനികതയിലുള്ള മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ല എന്ന് പറയേണ്ടി വരും. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ രാജ്യത്ത്? നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖല എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വടക്കുള്ള പഞ്ചാബിലും അതുപോലെ തെക്കുള്ള കേരളത്തിലും നമ്മൾ പഠനങ്ങളിൽ കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി എബ്രോഡ് എന്ന് പറഞ്ഞ ബോർഡുകൾ ഇല്ലാത്ത ഒരു ടൗണും പട്ടണം ഈ കേരളത്തിലില്ല, വടക്ക് ഇല്ല, ഡൽഹിയിലും ഇല്ല. എല്ലാ സിറ്റിയിലും ഒരു 4-5 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇപ്പൊ പുറത്തോട്ട് പഠിക്കാൻ വിടാൻ വേണ്ടി. അതേസമയം നമ്മൾ ഈ പുറത്തേക്ക് ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി വിടുന്നതെല്ലാം സ്റ്റഡി USA, സ്റ്റഡി കാനഡ, സ്റ്റഡി UK, സ്റ്റഡി ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ജർമ്മനി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ തിരിച്ച് അതേ രാജ്യങ്ങളിൽ ചെന്നിട്ട് അവിടെ അമേരിക്കയിലോ കാനഡയിലോ ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലോ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ പട്ടണങ്ങളിലൊക്കെ സ്റ്റഡി എബ്രോഡ്, സ്റ്റഡി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു ബോർഡ് കാണിക്കാൻ പറ്റുമോ? സ്റ്റഡി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ജർമ്മനിയിൽ എവിടെയെങ്കിലും ഒരു ബോർഡ് ഉണ്ടാവുമോ? സ്റ്റഡി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് USA ഒരു ബോർഡ് കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുന്ന കാനഡയിൽ ഒരു ബോർഡുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ നിലവാരം എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഈ സ്റ്റഡി എബ്രോഡ് എന്ന് പറയുന്ന ഒരൊറ്റ ബോർഡിൽ തന്നെ ഉണ്ട്. അടുത്ത കാലത്ത് ഉക്രൈനിലൊരു യുദ്ധം ഉണ്ടായപ്പോഴത്തേന് നമ്മുടെ ഇവിടുന്ന് പഠിക്കാൻ പോയ 10,000 പിള്ളേർ ഉക്രൈനിൽ പോലും ഉണ്ടെന്ന് അന്നാ മനസ്സിലായത്. അതെ, അപ്പം പിന്നെ ഈ പഠിക്കാൻ പോകുന്നവര് ആര് എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രധാന ഒരു പ്രശ്നം. നമ്മളുടെ ഇവിടുത്തെ IIT-കളിലും NIT-കളിലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലും അതുപോലെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിലോ IIM-ലോ ഒന്നും അഡ്മിഷൻ കിട്ടാത്ത ആൾക്കാരാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യം എല്ലാവർക്കും ഒരു നല്ല ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങളിൽ കിട്ടാനുള്ളൊരവസ്ഥ ഇതുവരെ ഇവിടെ ഇല്ല എന്നുള്ളത് അതിൻ്റെ ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസം ഇവിടെ നേടിയ ശേഷം ജോലി കിട്ടുമോ? ഇപ്പോഴത്തെ ബഡ്ജറ്റിലാണ് ഒരു എംപ്ലോയി ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഈ വ്യവസായങ്ങളൊക്കെ എംപ്ലോയി ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്നൊരു കൺസെപ്റ്റ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് 2024 വന്നതാണ്. പുറത്ത് പഠിക്കാൻ പോകുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, പഠിച്ച ശേഷം അവിടെ ജോലി കിട്ടി കുറച്ചുകൂടെ കൂടിയ വരുമാനത്തിൽ ജോലി ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. അപ്പം വിദ്യാഭ്യാസം അതിനുശേഷം ആ ലഭിച്ച വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ഒരു ജോലി, ഇത് രണ്ടും കൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോഴും വളരെ വളരെ പുറകിലാണ് എന്നുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാർ തന്നെ അവരുടെ മക്കളെ പഠിപ്പിക്കാൻ വിടുന്നത് എവിടെയാണ്? വിദ്യാഭ്യാസത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിമാർ തന്നെ അവരുടെ മക്കളെ പഠിപ്പിക്കാൻ വിടുന്നത് ഇവിടെ അല്ല, പുറത്തെ പഠിപ്പിക്കാൻ വിടുന്നു. അപ്പം അവർക്ക് തന്നെ വിശ്വാസമില്ലല്ലോ ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ പറ്റി. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.